മോളെ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. മോള് പുതിയ വീട്ടിലേക്ക് കയറി ചെന്നതിൻ്റെ ബുദ്ധിമുട്ടും വിഷമമൊക്കെയാണ്. അത് സാരമില്ല, അത് പതിയെ മാറിക്കോളും. ഉമ്മച്ചിക്ക് ഇവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവൂല, അതുകൊണ്ടാ. ഉമ്മച്ചിക്ക് ഇതൊന്നും അറിയാണ്ടല്ല മോളെ. ഇതിനേക്കാളും ഒരുപാട് ഉമ്മച്ചി അനുഭവിച്ചിട്ടുണ്ട്. ഇവിടുന്ന് എവിടേക്കെങ്കിലും ഇറങ്ങിപ്പോയാലോ എന്ന് പോലും ഉമ്മച്ചി ചിന്തിച്ചിട്ടുണ്ട്. ഉമ്മച്ചി വാപ്പിച്ചോട് പറയോ ഇങ്ങോട്ടൊന്ന് വരാൻ, എന്നെ വിളിക്കാൻ? പടച്ചോനെ, നല്ല കാര്യമായി. ഇതങ്ങോട്ടേ ഒന്ന് പറയേ വേണ്ടു. ആദ്യം എന്നെ വെട്ടിക്കൊല്ലും. നിനക്കറിഞ്ഞൂടെ നിന്റെ വാപ്പയുടെ സ്വഭാവം? വാപ്പ വരാറായി, നീ ഫോൺ വെക്ക്. എനിക്ക് കറി താളിക്കാനുണ്ട്. ആരോടാവോ എണ്ണിപ്പറക്കലും കരച്ചിലൊക്കെ? ആർക്കിടന്ന്? ഞാൻ എൻ്റെ ഉമ്മാക്ക് വിളിച്ചതാ. ഉമ്മാക്കണോ അതോ മുൻകാല കാമുകന്മാർക്കണോ? ഞാൻ എൻ്റെ ഉമ്മാക്ക് എന്നെയാ വിളിച്ചത്. ആവശ്യമില്ലാത്തത് പറഞ്ഞുണ്ടാക്കണ്ടക്ക. ഓ, എന്താണ് അവളൊരു ഉശിരി. കാമുകന്മാരെ പറ്റി പറഞ്ഞപ്പോ ഒരു വല്ലാത്ത കുളിര് കയറണ്ടല്ല. എനിക്ക് അങ്ങനെ ആരുമില്ല, പണ്ടുമില്ല. ഓ, അല്ലെങ്കിൽ നിന്റെ കാര്യം നോക്കാനുണ്ടി കാര്യം കൊരങ്ങ. എടി, നീ നിന്റെ കുടുംബക്കാരനെ പെടുത്തിയതല്ലേ ഒരു കൂടോത്രം ചെയ്തിട്ട്? പഠിച്ചോനെ നിരക്കാത്തത് പറയരുതിക്ക. എൻ്റെ ഈ കോലം ഇങ്ങനെ ആയതിന് ഞാൻ എന്ത് പഴിച്ച്? ഇക്കാക്ക് ഇഷ്ടപ്പെട്ടിട്ട് തന്നെയല്ലേ എന്നെ കിട്ടിയത്. അതിനെന്തെല്ലാം എൻ്റെ വാപ്പിച്ചിരിയെന്ന് ചോദിച്ചു മേടിച്ചു. ഓ, നീ കണക്ക് പറയണോടല്ലേ? ഡീ, നിന്നെപ്പുറത്ത് ഈ മുടക്കാച്ചരക്കിനൊക്കെ എന്റെ തലക്കെട്ടി വെച്ചതിന് നിന്റെ തന്നപ്പെട്ടി തന്നൊന്നും പോരാ. പിന്നെ നോക്കിയേ, ഈ കുടുംബത്തിനുള്ള കാലം സ്വസ്ഥമായി കഴിയണമെങ്കിൽ വിളിക്കുമ്പോ പറഞ്ഞേക്ക് നീ എന്തെങ്കിലും കൊടുത്തയച്ചേക്കാൻ. ഈ വിവരം എങ്ങനെ പുറം ലോകം അറിഞ്ഞാല് ഒന്ന് ഞാൻ കെട്ടി തൂക്കും. മനസ്സിലായ? എവിടെ നിന്ന്? എന്തേ? നീ എന്ത് തെണ്ടിത്തനോടെ ഈ കാണിക്കുന്നത്? എന്ത്? നീ കരുതുള്ളി ഒച്ചത്തിൽ സംസാരിക്കുന്നത് കേൾക്കാതിരിക്കാൻ എന്റെ ചെവിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടാ. നാണില്ലല്ലേ നിനക്ക്? നീ ഇങ്ങനെ ക്രൂരത കാണിക്കാനാണെങ്കിൽ എന്തിനാടാ അതിനെ കെട്ടിയത്? നീ ഈ പറയണ കോലക്കേടൊന്നും ആ കുട്ടിക്കില്ല. വെറുതെ നീ ഓരോന്ന് പറഞ്ഞിട്ടുണ്ടാക്കുക. അതെ, വാപ്പയുടെ കാര്യം നോക്കിയാൽ മതി, എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. ആയിക്കോട്ടെ, പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിനൊക്കെ വളം വെച്ച് തരുന്നത് നിന്റെ ഉമ്മയാണ്. ഒരു കാര്യം മോൻ ഓർത്തോ, നീ കാണിക്കുന്ന വഷളത്തരത്തിന് നീയും നിന്റെ ഉമ്മയും അനുഭവിക്കേണ്ടി വരും. ഓർത്തു വച്ച. ഓ, അനുഭവിച്ചോളാം. ഇപ്പോ വാപ്പ വന്നു കാര്യം പറഞ്ഞു വരണം. എടാ, ഞടിക്കണല്ലേ? ഓ, കെട്ടിയോളെ പേടി. ഞാൻ എന്തിനാ കെട്ടിയോളെ പേടിക്കണത്? അവൾക്ക് എന്നെയും പേടിക്കണ്ട, എനിക്ക് അവളെയും പേടിക്കണ്ട. അല്ലടാ, എന്ത് കാര്യത്തിനാണ് പരസ്പരം പേടിച്ച് ജീവിക്കുന്നത്? പിന്നെ കമ്പനി കിട്ടാണ്ടാകുമ്പേ നിങ്ങളെപ്പോലുള്ളവർക്കൊരു ഞുണക്ക് ചോദ്യമുണ്ട്. ഭാര്യനെ പേടിയല്ലേ, കെട്ടിയോളെ പേടിയില്ലേ? എന്ത് പറയാൻ? ഇതാ ഇത്രക്ക് ടെൻഷൻ അടിച്ചെടുക്കാൻ മാത്രം എന്തുകൊണ്ടത്? നീ സമാധാനപ്പെടാ, എല്ലാം ശരിയാവും. എന്തിട്ട് ശരിയാവുന്നു? കാലാകാല സാധനത്തിനെ ചുമച്ചു നടക്കുന്നതാ. എടാ, നീ പറയുന്ന ഭംഗിക്കുറവൊന്നും അതിനില്ലല്ലോടാ. പിന്നെ നിന്റെ പഴയ കാമുകി ഉണ്ടല്ലോ, അവളുടെ ഏഴായിലത്തൊന്നും വരൂല. അത് ശരിയാണ്, പക്ഷെ അത് പറഞ്ഞിട്ട് ഇനി വല്ല കാര്യമുണ്ടോ? എനിക്ക് തോന്നിയില്ലേ ഇത് ഞാൻ പറഞ്ഞത്? എന്നുവെച്ച് എടാ, നിന്റെ കെട്ടേണ്ട നല്ല പ്രായത്തിൽ നീ ആ പെണ്ണിൻ്റെ പുറകെ നടന്ന് നിന്റെ കുറേ സമയവും നിന്റെ കാശും ഒരുപാട് നഷ്ടമായില്ലേ നിനക്ക്?
എന്നിട്ട് എന്തുണ്ടായി? അവള് നിന്നേക്കാൾ നല്ല സെറ്റപ്പ് ഉള്ള ഒരുത്തനെ കിട്ടിയപ്പോൾ അവളെ പാടിന് പോയില്ലേ? അവളിപ്പോൾ സുഖമായിട്ട് ജീവിക്കുന്നു. പിന്നെ നീ എന്തർത്ഥത്തിലാണ് നീ ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ച് നിന്റെ ജീവിതം ഇങ്ങനെ തൊലിക്കണേ? ഹേയ് അതുകൊണ്ടൊന്നല്ല, അവളെ വാപ്പ മരിക്കും പറഞ്ഞ് അതാണ് ഞങ്ങൾ വേറെ പിരിഞ്ഞ്. അല്ലാതെ ഒലക്കാണ്. ഇങ്ങനെ ഒരു പൊട്ടനായി പോയില്ലടാ നീ, സ്വന്തം ജീവിതം തൊലിക്കാനായിട്ട്. ആടാ, നിങ്ങൾക്കൊക്കെ ഞാനിപ്പോ പൊട്ടനാണ്, അതല്ല എന്നുള്ളത് ഞാൻ തെളിയിച്ചു തരാം. നിനക്ക് പ്രാന്താണ്. നീ എന്തുട്ടേക്ക് നീ കിടന്ന് പറയണത്? എനിക്ക് വേറെ പണിയുണ്ട്, ഞാൻ പോണ്. ആ എന്താ മോളെ കാലത്തന്നെ? അമ്മച്ചി എന്തായി? വാപ്പിച്ചോട് പറഞ്ഞാ? എടി മോളെ, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ, നീ മറ്റൊരുത്തിന്റെ ഭാര്യയല്ലേ. പാപ്പച്ചിയും ഉമ്മച്ചിയും കൊഞ്ചിച്ച പോലെ അവിടെ ചിലപ്പം കിട്ടണമെന്നില്ല. എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ലമ്മ. എനിക്കറിയാം, ഒക്കെ സഹിക്കാൻ പഠിക്കണം. ഒരു കുഴപ്പമുണ്ടാവില്ല, കുറച്ച് ദിവസം അത് പിടിച്ച് നിൽക്കി, എല്ലാം ശരിയാവും. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ എൻ്റെ പഠിപ്പൊക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ കിട്ടിയിട്ട് കെട്ടിച്ചാൽ മതിയെന്ന്. എപ്പോഴും ഓരോ കുറ്റപ്പെടുത്തലും ചീത്ത പറയലുമാണ്. ഇവിടുത്തെ ഉമ്മ ഒരു കണക്ക് തന്നെയാണ്. ഡേ പെണ്ണെ, ആവശ്യമില്ലാത്ത വർത്താനം പറയില്ല കേട്ടോ. നിന്റെ പരാതിയും പരിഭവമൊന്നും കേൾക്കാൻ എനിക്കിവിടെ നേരമില്ല. എനിക്കിവിടെ 100 കൂട്ടം പണിയുണ്ട്. നീ ഒരു കാര്യം ചെയ്, ഫോൺ വയ്ക്കേ, ഞാനും പാപ്പച്ചിയും കൂടി നാളെ അങ്ങോട്ട് വരാം. ആരാണ്? മോളാണോ? ആ, അവളെന്നെ. അവൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. എന്ത് കുഴപ്പം വെക്കാ? പുതിയ വീടല്ലേ, അവിടെ കയറ്റുന്നതിന്റെ ഇടങ്ങേറാണ്. ഒക്കെ ശരിയായിക്കോളും. ഞാൻ വിളിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നാണ് അവള് പറയാറ്. ഞാനും പണ്ട് ഇങ്ങനെയൊക്കെ തന്നെ അല്ലായിരുന്നു. എന്നാ ശരി, ഞാനൊന്ന് ബാങ്ക് വരെ പോയിട്ട് വരാം. ആ ശരി. പറ മോളെ. കരയണ്ട. ഇതിപ്പോ കരഞ്ഞിട്ട് എന്താ കാര്യം? സമാധാനപ്പെട്ടു, വാപ്പ വന്നില്ലേ? കരയാതിരിക്കേ. ഇവിടെ ഉള്ളവരെവിടെ പോയി? ഉമ്മയും വാപ്പയും ഒരടിയന്തരത്തിന് പോയിക്കോ. അവനോ? അതെനിക്കറിയില്ല, രാവിലെ പോയതാ. മോളൊരു കാര്യം ചെയ്യ്, അകത്തി എന്നിട്ട് ബാക്കിയുള്ള സ്വർണ്ണോ മോളെ ഡ്രസ് കൊടുത്തിട്ട് വാ. ചെല്ല്. ഞാനല്ല പറയണേ, ചെല്ല്. എന്താണ് പാപ്പച്ചി? എന്റെ മോളെ ഞാൻ കൊണ്ടുപോവുകയാണ്. അതിന് വാപ്പ? നീ മിണ്ടാതെ. എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ മോളോട് ചെയ്തതിന് ഞാൻ എന്ത് ചെയ്യുമെന്ന് നീ നോക്കിക്കോ. ഇവിടെ നിയമവും കോടതിയും ഒക്കെ ഉണ്ടല്ലോ. കൂടുതലൊന്നും പറയണ്ട, എനിക്ക് കേൾക്കാൻ വേണ്ട.
തൊട്ടുപോകരുത് അവിടെ. എടീ, നിന്നെ മോള് വിളിക്കാറില്ലേ? അവളുടെ കാര്യങ്ങളൊക്കെ നിന്നോട് എപ്പോഴും പറയാറില്ലേ? എന്നിട്ട് നീ എന്തേ എന്നോടൊന്നും പറഞ്ഞില്ല? അതിപ്പോ ഇക്കാനെ പേടിച്ചിട്ടാണ് പറയാതിരുന്നത്. എല്ലായിടത്തും ഉള്ളതൊക്കെ തന്നെയല്ലേ ഇത്. ഇനി ഇതിന്റെ പേരിൽ ഇവൾ എന്തെങ്കിലും കടുങ്കൈ ചെയ്യുമായിരുന്നെങ്കിലോ? അങ്ങനത്തെ പൊട്ടത്തരങ്ങളൊന്നും അവള് ചെയ്യില്ലിക്ക. അത് നീയാണോ തീരുമാനിക്കുന്നത്? എടീ, ഒരു സെക്കൻഡിലെ തോന്നല് മതി ഓരോന്ന് ചെയ്തു കൂട്ടാൻ. അറിയോ നിനക്ക്? ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നഷ്ടപ്പെട്ടത് തന്നെ. നമ്മളെ കുട്ടിക്കാലത്ത് നമുക്കുണ്ടായിരുന്ന ധൈര്യവും തൻ്റെ ഒന്നും ഇപ്പോഴത്തെ കുട്ടികൾക്കില്ല. അവരങ്ങനെയാണ് വളർന്നേക്കണത്. നമ്മൾ അങ്ങനെയാണ് അവരെ വളർത്തിയേക്കണത്. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ പിള്ളേർക്ക് എന്തും നേരിടാനുള്ള ധൈര്യവും തൻ്റെ ഒന്നും ഇല്ലാതെ പോയത്. എന്തിനാണ് മോളെ എന്നോടെല്ലാം മറച്ചു വെച്ചത്? അത് വാപ്പിച്ച് വിഷമിക്കുമെന്ന് വിചാരിച്ചിട്ടാ. ഈ കോലമില്ലാത്ത എന്നെ കുറെ കഷ്ടപ്പെട്ടിട്ടല്ലേ കെട്ടിച്ചത്. ഞാൻ ഉമ്മച്ചിയോട് പറയാറുണ്ടായിരുന്നു. ഉമ്മച്ചി സാവകാശം വാപ്പിച്ചോട് പറയുന്നു വിചാരിച്ചു. മോളെ, കെട്ടിച്ചു കഴിഞ്ഞാൽ വാപ്പച്ചിയായിട്ടുള്ള ബന്ധം തീർന്നു എന്നാണോ വിചാരിച്ചിരിക്കുന്നത്? മക്കൾ എപ്പോഴും മക്കൾ തന്നെയാണ്. നിങ്ങൾ അവിടെ അനുഭവിക്കുന്ന ഇടങ്ങേറുകളാണ് ഞങ്ങൾ വാപ്പച്ചിമാരുടെ ചങ്ക് തകർക്കുന്നത്. ഞങ്ങളോട് പറയാൻ പറ്റാത്ത കാര്യം പറയാൻ ഇവിടെ പോലീസും കോടതിയൊക്കെ ഇല്ലേ പൊന്നെ? ഈ ദുനിയാവിൽ പരിഹരിക്കാൻ പറ്റാത്ത കാര്യം എന്താണുള്ളത്? അതുകൊണ്ട് സ്വയം അനുഭവിച്ച് ഇല്ലാണ്ടാവണത് ലോകമണ്ടത്തരമാണ്.